PM ശ്രീ പദ്ധതിയിൽ CPM വെട്ടിലായിട്ടുണ്ടോ? ഇതാണ് അറിയേണ്ടത്. അതായത് CPM BJP ബാന്ധവം മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. തത്വത്തിൽ ഇത് ഒപ്പിട്ട് കഴിഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നു എന്നല്ലേ? ആശയപരമായ എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ അകമ്പടിയുള്ള ആശയപരമായ ചില വിയോജിപ്പുകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിനുണ്ട്. കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതിന് നേതൃത്വം വഹിക്കുന്ന CPM-നുമുണ്ട്, ഉണ്ടാവണം. അതാണല്ലോ അതിൻ്റെ രീതിശാസ്ത്രം. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ആശയങ്ങളെക്കാൾ പ്രധാനം ആമാശയമത്രേ എന്നതാണ് പ്രായോഗിക ചിന്ത. ലഭിക്കാൻ സാധ്യതയുള്ള മഹാസൗഭാഗ്യം, കൃത്യമായി പറഞ്ഞാൽ PM ശ്രീ പദ്ധതി, പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, അതാണല്ലോ PM ശ്രീ. ആ പദ്ധതി അനുസരിച്ച് കേരളത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള 1466 കോടി രൂപ. അതെന്തിനു വെറുതെ കളയണം? പ്രധാനമന്ത്രിയുടെ ഒരു പടം സ്കൂളിൽ വെച്ചാൽ എന്താ കുഴപ്പം? നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ? മുഖ്യമന്ത്രിയുടെ പടം വെക്കുന്നുണ്ടല്ലോ, പ്രധാനമന്ത്രിയുടെ പടവും കൂടെ വെക്കാമല്ലോ, നോ പ്രോബ്ലം. പിന്നെ PM ശ്രീ, പിന്നെ സ്കൂളിൻ്റെ പേര്, അങ്ങനെ വെച്ചാൽ എന്താ കുഴപ്പം? സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളുകൾ, ഒരു ബ്ലോക്കിൽ 2 സ്കൂള്, ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, ഒരു എലിമെൻ്ററി സ്കൂൾ, അങ്ങനെ 2 സ്കൂളിൽ ഒരു വർഷം 1 കോടി രൂപ വെച്ച്. അപ്പോൾ ഈ കണക്കുകളെല്ലാം ശരിയായി വന്നാൽ ഓരോ ബ്ലോക്കിലും 1 × 5 5 കോടി, 5 × 2 10 കോടി, 10 കോടി രൂപ 5 വർഷത്തിൽ ലഭിക്കുകയാണ്. സ്കൂളുകൾ നന്നായി അങ്ങോട്ട് വളരെ 338 സ്കൂളുകളാണ് കേരളത്തിൽ PM ശ്രീ പദ്ധതി അനുസരിച്ച് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന സ്കൂളുകൾ. നമ്മുടെ വിഹിതം അതിൽ 220ഓളം എണ്ണത്തിൽ പ്രായോഗികമായി സാധ്യമാകും. ഇപ്പോൾ നിലവിലുള്ളത് നവോദയ സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും മാത്രമാണ്. അതല്ലാത്ത സാധാരണ സർക്കാർ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി ആയിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് മേനിനടിക്കാം. ഈ അപ്പം തിന്നുന്നവൻ പലപ്പോഴും കുഴി എണ്ണാറില്ല. അപ്പം എന്ന രൂപത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നു. അത് കേന്ദ്രത്തിൻ്റെ 60% ഫണ്ടിൽ, കേരളത്തിൻ്റെ 40% ഫണ്ടിൽ വന്നതാണോ എന്നൊന്നും ഉപഭോക്താക്കൾ അന്വേഷിക്കാറില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ അന്വേഷിക്കേണ്ട കാര്യവുമില്ല. അപ്പം നിന്നാ പോരെ, അതുകൊണ്ടല്ലേ പറഞ്ഞ ഇപ്പം നിന്നാ പോരെ, കുഴി എണ്ണേണ്ടതുണ്ടോ, നല്ല വിദ്യാഭ്യാസം പോരെ. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ മറവിൽ വരുന്നത് ചിന്തകളെ സ്വാധീനിക്കാനുള്ള ഗൂഢമായ ശ്രമമാണെങ്കിലോ? ഇതാണ് CPI ചോദിക്കുന്നത്. CPM ഒരിക്കൽ ചോദിച്ചിരുന്നതും മുന്നണി യോഗത്തിൽ കൊണ്ടുപോകാൻ വിസമ്മതിച്ചതും ക്യാബിനറ്റിൽ ഈ സാധനം വന്നു. ഈ വിഷയം PM ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത ക്യാബിനറ്റ് മീറ്റിംഗിൽ 2 ആവർത്തി വന്നു. അപ്പോൾ CPI ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, വെളിയേട്ടനോട് പറഞ്ഞു, നമുക്ക് മുന്നണിയിൽ ഒന്ന് ചർച്ച ചെയ്ത് ഒരു ഏകോപനം വന്നതിന് ശേഷം നടപ്പാക്കുന്നതല്ലേ, ഇതൊരു നയപരമായ കാര്യമല്ലേ, ഇതൊരു വെറും തീരുമാനമല്ലല്ലോ, ഒരു നയമല്ലേ. അപ്പൊ അങ്ങനെയെങ്കിൽ അപ്പോൾ ആവാം എന്ന് പറഞ്ഞു. പക്ഷേ രാത്രിയുടെ മറവിൽ നിഗൂഢമായി പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് ധൃതിയിൽ തീരുമാനമെടുക്കുകയാണ്. അതിൽ ചേരാനുള്ള തീരുമാനമെടുക്കുന്നു. അപ്പോൾ പിന്നെ CPIക്ക് എന്ത് പറയാനാവും? അതാണ് CPI ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് CPI പറഞ്ഞത്, ഞങ്ങൾ അറിഞ്ഞില്ല, പത്രമാധ്യമങ്ങൾ കൂടിയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ കാര്യമൊക്കെ കേട്ടപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, എന്ത് CPI? അവിടാണ് വിവാദം കൊഴുത്തത്. എന്ത് CPI? അപ്പൊ CPIക്ക് വിയോജിപ്പുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്ക് വിഷയമല്ല എന്ന മട്ടിൽ പറയുമ്പോൾ CPIക്ക് മറുപടി ഉണ്ട്. തികച്ചും അരാഷ്ട്രീയമായ ഒരു പ്രസ്താവനയാണ്. CPM-ന്റെ സെക്രട്ടറിയിൽ നിന്നും ഉണ്ടാകരുതാത്ത അരാഷ്ട്രീയ പ്രസ്താവനയാണ്. എന്ത് CPIയുടെ കൂടെ പിൻബലത്തിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ മുന്നണിയിൽ ഒരു കല്ലുകടി ഉണ്ടോ? എന്താണ് CPM-നെ പ്രചോദിപ്പിക്കുന്ന കാര്യം? അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു അന്തർധാരയുണ്ടോ? കേന്ദ്രം ഭരിക്കുന്ന BJP-യും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രധാന കക്ഷിയായ CPM-ഉം തമ്മിൽ എന്തെങ്കിലും ഒരു അദൃശ്യമായ കൊടുക്കൽ വാങ്ങൽ, അതിന് മലയാളത്തിൽ ഇപ്പോൾ പറയുന്ന പേര് അന്തർധാര, രാഷ്ട്രീയ അന്തർധാര, അതുണ്ടോ?
കണ്ടു നിൽക്കുന്നവർ അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ ദോഷം പറയും? ഇതൊന്നുമല്ല, കാര്യം നമുക്ക് കിട്ടണം. എന്നിട്ട് ഇപ്പൊ തൽക്കാലം വാങ്ങാവുന്ന കാശ് ഇങ്ങ് വാങ്ങി വെക്കുക, 1466 കോടിക്ക് വാങ്ങി വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കാര്യങ്ങൾ കണക്കൊക്കെ പറയാം. അത് ശരിയാകുമോ? ഇത് വ്യക്തമായി CPI പറയുന്നു, വ്യക്തമായി കണക്റ്റഡ് ആണ്, കണ്ടീഷണലാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, നടപ്പാക്കുന്ന കലാലയങ്ങൾക്ക് മാത്രമേ ഈ പറയുന്ന ഫണ്ട് അനുവദിക്കൂ. അതൊന്ന്. 2, നമുക്ക് വ്യക്തമല്ലാത്ത 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ പറയുന്ന തുകയൊക്കെ കൊള്ളാം. ഇത് 2022 മുതൽ 5 വർഷത്തേക്ക് 27 വരെ, 26-27 അധ്യയന വർഷം വരെ അനുവദിക്കേണ്ട തുകയാണ്. ഒരു സ്കൂളിനുള്ള ഒരു വർഷം 1 കോടി വെച്ച് 5 വർഷം 5 കോടി. വർഷം 3 കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വർഷം നടപ്പിലാക്കിയാൽ അവസാന വർഷത്തെ 1 കോടി മാത്രമാണോ ലഭിക്കുന്നത്, അതോ കുടിശ്ശിക ഉൾപ്പെടെ ലഭിക്കുമോ? ഇതാണ് ചോദ്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം സിലബസിന്റെ കാര്യം എങ്ങനെയാണ്? അക്ബറും ബാബറും ജഹാംഗീറും ഷാജഹാനും മുഗൾ സാമ്രാജ്യവും ഒക്കെ +2 പാഠപുസ്തകത്തിൽ നിന്ന് NCERT-യിൽ അങ്ങ് പോയല്ലോ. അതൊക്കെ തിരിച്ചു വരുമോ ഇവിടെ? അപ്പൊ ഇവിടുത്തെ ഒരു പാഠ്യപദ്ധതി, കേരളത്തിൽ ലഭ്യമാകുന്ന പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുമോ? അതോ കേന്ദ്രം നിശ്ചയിക്കുന്ന പദ്ധതി അനുസരിച്ച് ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചാപ്റ്റേഴ്സ് വരുമ്പോൾ അതൊരു കുന്നിക്കുരു പോലെ ചെറിയൊരു ചാപ്റ്റർ, പക്ഷെ ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നതനുസരിച്ച് തന്നെ ഒപ്പുവെച്ചാൽ തത്വത്തിലാണ് ഒപ്പുവയ്ക്കുന്നത്. ഇതൊരു വിവാഹബന്ധം പോലെയാണ്, അല്ലെ? വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നു, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങളുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ഇന്നത് പാടില്ല എന്നത് കൃത്യമായി ഇതൊരു ആകമാന അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ച് നടത്തുന്ന ബഹുമുഖ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് PM ശ്രീ. അങ്ങനെയെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കാനാവില്ല, പക്ഷെ PM ശ്രീ അംഗീകരിക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ ലോജിക്ക് എവിടെയാണ്? ഈ ലോജിക്കാണ്, ഈ വൈരുദ്ധ്യമാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. അതേക്കുറിച്ച് ഇപ്പൊ ഇന്ന് മന്ത്രിസഭാ യോഗം കൂടി. മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ പ്രതിനിധികൾ അവസാന ഒരു ഫൈറ്റ് എന്നുള്ള നിലയിൽ ഒരിക്കൽ കൂടി തർക്കം ഉന്നയിക്കുന്നു. ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെയാണ്. പക്ഷെ നാളുകളിൽ മുന്നണി യോഗത്തിൽ CPI കീഴടങ്ങുമോ? CPM-ന്റെ ഒരു ധാർഷ്ട്യമെന്ന് പറയുന്നില്ല, CPM-ന്റെ ഒരു ഇച്ഛാശക്തിക്ക് മുന്നിൽ ഈ വിഷയത്തിൽ പ്രായോഗിക സമീപനമാണെന്ന് CPM പറയുന്നു. അല്ല എന്ന് പറയാൻ നമ്മൾക്ക് പറ്റില്ല. ഇത് പ്രായോഗികമാണ്. കാരണം രാജ്യത്തിന്റെ സമ്പത്താണ്, കേരളത്തിന്റെ നികുതിദായകൻ ഉൾപ്പെടെ അവകാശപ്പെട്ട, കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്. ആ പണം ഒരു പദ്ധതിയിലൂടെ നേടിയെടുക്കുന്നത് ചില രാഷ്ട്രീയ വിയോജിപ്പ് കാരണം, അല്ലെങ്കിൽ ചില ഉണ്ട് എന്ന് കരുതുന്ന, ഒരുപക്ഷെ ഇല്ലാത്ത ചില പേടികൾ അത് കാരണം വേണ്ട എന്ന് വെക്കാനാവുമോ? ഈ ചോദ്യമാണ്. അതുകൊണ്ടാണ് അതിന് ഉത്തരം ലഭിക്കുന്നില്ല. CPI-യും CPM-ഉം തമ്മിൽ ആ കാര്യത്തിലൊരു ധാരണയുണ്ട്. ഇപ്പൊ കേരള സമൂഹം BJPക്ക് ഇപ്പോൾ ഊർജ്ജിരിക്കാം. കാരണം ഈ ഇടതുപക്ഷ കക്ഷികൾ അങ്കലാപ്പിലാണ്. കോൺഗ്രസ് 2 തട്ടിലാണ്. 2 തട്ടിലെന്ന് പരസ്യമായിട്ട് അവർ പറയുന്നില്ല എങ്കിൽ പോലും ഇപ്പൊ ഇന്ന് തന്നെ 2 പ്രസ്താവനകൾ വന്നു. VD സതീശന്റെ ഭാഗത്ത് നിന്ന് തത്വത്തിൽ PM ശ്രീ അനുസരിച്ചുള്ള പണം എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? പിണറായി പറയുന്ന അതേ കാര്യമാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത്, വാങ്ങിച്ചെടുക്കരുതോ? പക്ഷേ RSSന്റെ സംഘപരിവാറിന്റെ ചില ചിട്ടകൾ, നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഉപാധിയായി ഇതിനെ കാണാനാവില്ല. അപ്പൊ കൃത്യമായൊരു ഉത്തരമല്ലത്. ഇത് സമ്പൂർണ്ണമായി മാത്രം കാണേണ്ടതാണ്. എന്നാൽ KCP വേണുഗോപാൽ പറയുന്നു, ഒരു കാരണവശാലും ഇത് RSS അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നു. അപ്പൊ കോൺഗ്രസിനുള്ളിലും കൃത്യമായ ഒരു അഭിപ്രായം ഇതേക്കുറിച്ചില്ല. അപ്പൊ അതുകൊണ്ട് BJP കുറിച്ചിരിക്കാം, അല്ലെ? വിദ്യാർത്ഥി സംഘടനകളുമായി സംസാരിച്ചു. ഇത് മുമ്പ് ABVP, CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI, കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന KSU. അപ്പോൾ KSU-വും SFI-യും AISF-ഉം MSF-ഉം എല്ലാം അതെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളായ വിദ്യാർത്ഥി സംഘടനകളാണ്. അതെല്ലാം തന്നെ യോജിപ്പ് അറിയിച്ചു. ABVP മാത്രമാണ് ഇതിന് യോജിപ്പ് അറിയിച്ചത്. അപ്പൊ ABVP യോജിപ്പ് അറിയിച്ചതിന് അനുകൂലമായിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പറയാം, ഞങ്ങൾ പറഞ്ഞു, വിയോജിപ്പ് അറിയിച്ചവർ തന്നെ ഇപ്പോൾ എഗ്രി ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും മുഖ്യമന്ത്രി നടപ്പാക്കണമെങ്കിൽ. നടപ്പാക്കാതിരുന്നാൽ പിന്നെ എന്തിന് ഇതിനുള്ള കോപ്പ് കൂട്ടി എന്നതിന് കൂടി ഉത്തരം പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.